നമസ്കാരം. പശ്ചിമേഷ്യയിലെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾക്കും ഊർജ പ്രതിസന്ധിക്കും ഇടയിൽ ഇന്ത്യക്ക് ആശ്വാസമായി അമേരിക്കയുടെ സുപ്രധാനമായ തീരുമാനമെത്തി. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങാൻ ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്ക 30 ദിവസത്തെ ഇളവനുവദിച്ചു. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആഗോള ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ ഇടിവുണ്ടായിരിക്കുകയാണ്. അതായത് ആഗോള ഊർജ വിപണിയെ സ്ഥിരപ്പെടുത്തുന്നതിനായി റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ നിരോധനത്തിൽ താൽക്കാലികമായി ഇളവ് വരുത്താൻ സാധ്യതയുണ്ട് എന്നാണ് US വ്യക്തമായത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന ആവശ്യം ഇന്ത്യ അംഗീകരിച്ചുവെന്നും അതോടെ ഇന്ത്യ മികച്ച പങ്കാളിയായി എന്നുമാണ് US വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യൻ റിഫൈനറികൾക്ക് അനുമതി നൽകുന്നതിനായി 30 ദിവസത്തെ താൽക്കാലിക ഇളവ് നൽകിയതെന്നും US ട്രഷറി സെക്രട്ടറി വ്യക്തമാക്കിയത്. ആഗോള എണ്ണ വിതരണത്തിൽ ഹ്രസ്വകാല തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനാണ് ഈ അനുമതി നൽകിയത് എന്നാണ് നിലപാട്. ഇന്ത്യ വളരെ നല്ല പങ്കാളിയാണ് എന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അവർ പകരം US എണ്ണ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. എണ്ണയുടെ താൽക്കാലിക ക്ഷാമം കണക്കിലെടുത്ത് റഷ്യൻ എണ്ണ വാങ്ങാൻ ഞങ്ങൾ അനുമതി നൽകുകയും ചെയ്തു. റഷ്യൻ എണ്ണയുടെ മേലുള്ള മറ്റ് നിരോധനങ്ങൾ നീക്കം ചെയ്തേക്കാമെന്നും ബെൻസ് ഫോക്സ് ന്യൂസിൽ വ്യക്തമാക്കുന്നുണ്ട്. നിരോധനം കാരണം ഇപ്പോൾ നൂറുകണക്കിന് ദശലക്ഷം ബാരൽ റഷ്യൻ അസംസ്കൃത എണ്ണ കപ്പലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ് നിലവിലെ അറിവ്. ആവശ്യക്കാരിലേക്ക് അതെത്താൻ അനുവദിക്കുന്നതിന് ആഗോള വിതരണം വർദ്ധിപ്പിക്കണമെന്നും ബെസന്റ് വ്യക്തമാക്കുന്നുണ്ട്. ദക്ഷിണ ഇന്ത്യയിൽ ഇതിനോടകം തന്നെ കപ്പലുകളിലുള്ള റഷ്യൻ എണ്ണ വിപണിയിലെത്തിച്ച് ഉടനടി വിതരണം ഉറപ്പാക്കാനും സംഘർഷത്തിനിടയിൽ എണ്ണ പ്രതിസന്ധി ആശ്വാസമാകുമെന്നാണ് US ഊർജ സെക്രട്ടറി ക്രിസ് റൈറ്റും വ്യക്തമാക്കിയിരിക്കുന്നത്. എണ്ണവില കുറയ്ക്കാൻ സഹായിക്കുന്നതിനാൽ ഹ്രസ്വകാല നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിനകം തന്നെ കപ്പലിലുള്ള എണ്ണ സംസ്കരിച്ച് വേഗത്തിൽ വിപണിയിലെത്തിക്കാൻ അനുവദിക്കുന്നുണ്ട്. വിതരണം ഉറപ്പാക്കുവാനും സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുമുള്ള ഒരു പ്രായോഗിക മാർഗം കൂടിയാണ് ഇത്. എന്തായാലും പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലുള്ള ഈ ആഗോള ഊർജ വിതരണം സ്ഥിരപ്പെടുത്തുന്നതിനാണ് ഈ പുതിയ നടപടി ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ റിഫൈനറികൾക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ 30 ദിവസത്തെ താൽക്കാലിക ഇളവ് നൽകിയാണ് US ട്രഷറി സെക്രട്ടറി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പരാമർശങ്ങൾ എത്തിയത്.